നോക്കണം മക്കളെ, കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു റെക്റ്റാങ്കിൾ തരും, ചതുരം തരും, അത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മുട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് തരും, A23 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ്, സൂചക സംഖ്യകൾ കാണുക. ഏതിൻ്റെയൊക്കെയാണ്? ഈ ഡിയുടെ കാണണം, സിയുടെ കാണണം, ബിയുടെ കാണണം, ഈ മൂലകളുടെ അത് കാണണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടിയ പോയിന്റാണ്. ഈ കൂട്ടിമുട്ടിയ പോയിന്റിനെ നമ്മൾ ഒറിജിൻ അല്ലെങ്കിൽ ആധാരബിന്ദു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്താണ്? ആധാരബിന്ദുവാണ് സി. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 0 0. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, അല്ലേ? ഇനി എന്താണ് ഈ ബി എന്ന് പറയുന്ന പോയിന്റ്? ഇത് നോക്കിയേ, എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് അല്ലേ? നമുക്കറിയാം എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ എന്ത് 0 ആയിരിക്കും? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ വൈ 0 കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എക്സ് വേണ്ടേ? എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബിയുടെ നേരെ നോക്കിയോ, ഈ എ എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണോ അതെടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. 2 0. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അടുത്തത് അതുപോലെ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് നോക്കിയടാ, വൈ ആക്സിസിലെ പോയിന്റ് അല്ലേ? എടാ, വൈ ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരുന്നടാ? ഈ എക്സ് 0 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ എക്സ് 0 കൊടുത്തു. വൈ വേണ്ടേ? ഈ പോയിന്റിന്റെ നേരെയുള്ള കോർഡിനേറ്റ്സിന്റെ വൈ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. 3 0 3. അപ്പോൾ വളരെ സിമ്പിൾ. രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് 0 0. ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് ഈ 0, എക്സ് ഇവിടുന്ന് നോക്കി അങ്ങോട്ട് എഴുതുക. ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് എക്സ് 0, വൈ ദേ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി എഴുതുക. സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ പോയിന്റ് 5 8 ആണ്. നിങ്ങൾക്ക് സിയുടെ കോർഡിനേറ്റ് വേണം, എയുടെ കോർഡിനേറ്റ് വേണം, ബിയുടെ കോർഡിനേറ്റ് വേണം. വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. സിമ്പിൾ ക്വസ്റ്റ്യൻ.